കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ജലപ്രളയത്തിന് ശേഷം ഭൂമിയിലെ വെള്ളം നിലച്ചത് എപ്പോൾ? ഉത്തരം: ദൈവം ഭൂമിയിൽ കാറ്റടുപ്പിച്ചപ്പോൾ. അടുത്ത ചോദ്യം: നോഹയുടെ പെട്ടകം ഉറച്ച പർവ്വതം ഏത്? ഉത്തരം: അരാരാത്ത്. അടുത്ത ചോദ്യം: ആദ്യമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പർവ്വതം ഏത്? ഉത്തരം: അരാരാത്ത്. അടുത്ത ചോദ്യം: നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നത് എത്ര ദിവസത്തിനു ശേഷമായിരുന്നു? ഉത്തരം: 40 ദിവസം. അടുത്ത ചോദ്യം: നോഹ പെട്ടകത്തിൽ നിന്നും ആദ്യമായി പുറത്തുവിട്ട പക്ഷി ഏത്? ഉത്തരം: മലങ്കാക്ക. അടുത്ത ചോദ്യം: എഴുത്തില്ലാത്ത പത്രവുമായി വന്ന പക്ഷി ഏത്? ഉത്തരം: പ്രാവ്. കൊണ്ടുവന്നത് ഒലിവിലയാണ്. അടുത്ത ചോദ്യം: ബൈബിളിൽ ആദ്യം പേര് പറയുന്ന പക്ഷി ഏത്? ഉത്തരം: മലങ്കാക്ക. അടുത്ത ചോദ്യം: വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് നോഹ പെട്ടകത്തിൽ നിന്ന് വിട്ട പക്ഷികൾ ഏതെല്ലാം? ഉത്തരം: മലങ്കാക്കയും പ്രാവും. അടുത്ത ചോദ്യം: ആരാണ് പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കിയത്? ഉത്തരം: നോഹ. അടുത്ത ചോദ്യം: നോഹ പെട്ടകത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഉത്തരം: 1 വർഷവും 17 ദിവസവും. അടുത്ത ചോദ്യം: ആദ്യം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത വ്യക്തി ആര്? ഉത്തരം: നോഹ. അടുത്ത ചോദ്യം: നോഹ പണിത യാഗപീഠത്തിൽ അർപ്പിച്ച യാഗം ഏതായിരുന്നു? ഉത്തരം: ഹോമയാഗം. അടുത്ത ചോദ്യം: മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ എങ്ങനെയുള്ളത്? ഉത്തരം: ദോഷമുള്ളത്. ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് അത് നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് 9-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.